ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു കുഞ്ഞി സ്റ്റൈലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ ഒരു കുർത്ത സെറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഇന്ത്യൻ ആയിട്ടും വെസ്റ്റേൺ ആയിട്ടും നമുക്ക് രണ്ട് രീതിയിലും സ്റ്റൈൽ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ത്യൻ വെയർ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ആക്സസറൈസിൽ നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ആക്സസറൈസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഒരു ഇന്ത്യൻ വൈബ് എന്ന് വരുമ്പോൾ നമ്മൾ ആ ഒരു ബാംഗിൾസ്, ആ ഹെവി ഇയർ റിങ്സ്, അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഏതൊരു ഡ്രസ്സും നമുക്ക് ഇന്ത്യൻ വെയറിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഈ ആക്സസറീസ് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ആക്സസറൈസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് റിങ്, ഒരു ചെറിയ ട്രഡീഷണൽ സ്റ്റൈലിൽ 2 റിങ് ഇടാം. അതിനുശേഷം ബാംഗിൾസ്. എനിക്ക് എപ്പോഴും ബാംഗിൾസ് കൈ നിറച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് നമ്മുടെ കുപ്പിവളകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലാണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനത്തെ കമ്പി ടൈപ്പ് അങ്ങനത്തെ വളകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം മെയിനായിട്ട് നമ്മളൊരു ഇന്ത്യൻ വെയറിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പീസ് അതിനേക്കാളൊക്കെ ഈ ഡ്രസ്സ് നമുക്കിപ്പം മെയിൻലി പ്ലെയിൻ ആണ്. അപ്പോൾ അതിനെ ഒന്ന് കുറച്ചൊരു ഓവറാക്കണം, കുറച്ചൊരു എത്നിക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നമ്മുടെ ബാംഗിൾസിലെല്ലാം കുറച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ബാംഗിൾസ് കുറച്ച് ഹെവി ആയിട്ട് 2 കളറ് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഇയറിങ്സ് ആണ്. ഇയറിങ്സ് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടാണ് എടുത്തത്, കാരണം ഡ്രസ്സ് ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ട് നമ്മൾ ഇയറിങ്സ് ഹെവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ വെയറിലോട്ട് മാറുമ്പോൾ ഒരു പൊട്ട് തൊട്ടാൽ കുറച്ചും കൂടെ ഭംഗി തരും തോന്നി, അതുകൊണ്ട് ഞാൻ ചെറിയൊരു പൊട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കൊരു ദുപ്പട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം ഡ്രസ്സിൽ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ദുപ്പട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ ഹെവി ആയിട്ടൊന്നും തോന്നില്ല. ലാസ്റ്റായിട്ട് നമുക്ക് സാൻഡൽസ്, കുറച്ചും കൂടെ ഒരു ട്രഡീഷണൽ ടൈപ്പ് സാൻഡൽസും കൂടെ വെയർ ചെയ്താൽ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് വെസ്റ്റേണിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞാനിവിടെ ചൂസ് ചെയ്തിരുന്നത് ഒരു സ്ലീവ്ലെസ് ജാക്കറ്റാണ്, ഒരു ഡെനിം ജാക്കറ്റ്. അപ്പം നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നമ്മളുടെ കുർത്തേൻ്റെ പാൻറ്റ് ഒഴിവാക്കിയിട്ട് പകരം ഒരു വൈഡ് ലെഗ് ജീൻസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഡെനിം ജാക്കറ്റും ആ വൈഡ് ലെഗ് ജീൻസും കൂടെ നന്നായിട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആ കുർത്തേനെ കുറച്ചുകൂടെ ഒരു വെസ്റ്റേണൈസ് ആക്കുകയും ചെയ്യും. ഇനി ആക്സസറീസ് നമുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണം. നമ്മൾ നല്ല ഹെവി ഇയർ റിംഗ് ആണ് ചൂസ് ചെയ്തത്. അത് മാറ്റിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒരു കാഷ്വൽ ടൈപ്പായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ റിങ്ങും ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു സിൽവർ ടച്ചുള്ള റിങ് ആക്കിയിട്ടുണ്ട്. കൂടാതെ ഞാൻ ബാംഗിൾസ് മാറ്റിയിട്ട് പകരം ഒരു വാച്ചും ഒരു കുഞ്ഞി ബീഡിൻ്റെ ബ്രേസ്ലെറ്റുമാണ് ആക്സസറൈസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഹെയർ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഹെയർ സ്റ്റൈൽ ഞാൻ ഒരുപാട് ഹൈ അല്ല, എന്നാലും കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു മീഡിയം പോണിറ്റെയിലാണ് ചൂസ് ചെയ്തത്. അത് വെസ്റ്റേണിൽ കുറച്ചും കൂടെ ഒന്നെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഫ്രീ ഹെയർ ആക്കി ഇടണം. അപ്പം ഞാൻ ഇന്ത്യൻ വെയറിൻ്റെ കൂടെ ചൂസ് ചെയ്ത ആ ഹെയർ സ്റ്റൈൽ ഒരിക്കലും ഒരു വെസ്റ്റേണിൻ്റെ കൂടെ അത്ര നന്നായി പോവില്ല. അതുകൊണ്ട് ഞാൻ ഒരു മീഡിയം ഹൈ ആയിട്ടുള്ള ഒരു പോണിറ്റെയിലാണ് കൊടുത്തത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ സാൻഡൽസ് മാറ്റിയിട്ട് ഞാനൊരു വൈറ്റ് സ്ലിപ്പ് ഓൺ ഷൂസാണ് ചൂസ് ചെയ്തത്. അപ്പം ഇത്രയാവുമ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഏതാണ്, ഇന്ത്യൻ ആയിട്ട് സ്റ്റൈൽ ചെയ്തതാണോ വെസ്റ്റേൺ ആയിട്ട് സ്റ്റൈൽ ചെയ്തതാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻസിൽ പറയാം. പിന്നെ ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിലും സ്റ്റൈൽ ചെയ്യാന്നുള്ളൊരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമായിരുന്നു. അതിനായിരുന്നു ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ 2-ൽ ഏത് ലുക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു ദെൻ, ടേക്ക് കെയർ, ബൈ.